Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, Srilakshmi. എല്ലാവരുടെ ക്ലാസ്സിൽ വരുന്നതേ ഉള്ളൂ. Be on time. Time is very important. അല്ലേ? പിന്നെ എന്താ? എല്ലാവരും ലഞ്ച് കഴിച്ചോ? Have you had your lunch? ആരും കഴിച്ചില്ലേ? Yes, ma'am. കഴിച്ചു. Yes, ma'am. പറയൂ. ആക്റ്റീവ് അല്ല എല്ലാവരും? റെഡി അല്ലേ? റെഡി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു നമ്മള് ഡിസ്കസ് ചെയ്തേ? Which topic we discussed in previous class? പറയൂ. വെർബും ആഡ്വേർബും അല്ലേ? അത് ആഡ്വേർബിന്റെ ഞാൻ എന്തൊക്കെയാ തന്നെ നോട്ട്? നോട്ട്സ് എന്തൊക്കെയാ നിങ്ങൾക്ക് തന്നിരുന്നേ? പറയാമോ ആരെങ്കിലും ഒരാള്? ആഡ്വേർബ് ഡിഗ്രി തന്നിരുന്നു. ആഡ്വേർബ് ഓഫ് ഡിഗ്രി, ആഡ്വേർബ് ഓഫ് മാനർ, പിന്നെ പെയർ, ഫ്രീക്വൻസി, When or time. when or time ഇതൊക്കെ തന്നിരുന്നോ? ബോക്സ് മൊത്തം പറഞ്ഞു. അതൊക്കെ തന്നിരുന്നു. എക്സാമ്പിൾസ് എഴുതി. കുറച്ച് എക്സാമ്പിൾസ് എഴുതി. അപ്പോ ആഡ്വേർബ് കംപ്ലീറ്റ് ആണോ? നമുക്ക് കുറച്ച് ഓരോരുത്തർ വരുന്നേ ഉള്ളൂ ക്ലാസ്സില്. കറക്റ്റ് ടൈമിന് വരണ്ടേ എല്ലാവരും? 1:30 ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 1:30 തന്നെ തുടങ്ങും. ഓക്കെ? ഇനിയിപ്പോ പറഞ്ഞു പോകുമ്പോഴാണ് ആൾക്കാരിങ്ങനെ ഇടയിൽ വരാം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട്. ഫ്രൈഡേ ആയാൽ എന്താ ഈ റീസൺ ഫോർ ഫ്രൈഡേ? ക്ലാസ്സിൽ എന്തായാലും 1:30 ഷാർപ്പ് ടൈമിംഗ് ആണല്ലേ? അപ്പൊ എന്താ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ടൈമിന് കറക്റ്റ് ആയിട്ട് കയറാൻ നോക്കുക. ഓക്കെ? അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാനെടുത്ത് പോയി കഴിഞ്ഞാൽ ഇടയിൽ വന്നാല് പിന്നെയും ചോദിക്കും, എന്താ മിസ് എന്നോട് പറയൂ, അല്ലേ? അപ്പൊ ടൈം കുറച്ച് വേസ്റ്റ് ആവും. ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യോ? നമുക്ക് റീവൈൻഡ് ചെയ്യാം. ഓക്കെ? ആഡ്വേർബ്. ആഡ്വേർബ് എന്താണ്? പറയൂ. എനിവൺ? വെർബിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് പറയുന്നതാണ് ആഡ്വേർബ്. ആഡ്വേർബിൽ നോട്ട് കിട്ടിയിരുന്നില്ലേ? വെർബിന് നോട്ട് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? വെർബിന്റെയും ഓക്സിലറി വെർബിന്റെയും നോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആ നോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ആഡ്വേർബ് കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല മാം. ആഡ്വേർബ് കിട്ടിയിട്ടില്ല. ഓക്കെ. ഓക്കെ, ആഡ്വേർബ് നിങ്ങൾക്ക് നാളത്തേക്ക് കിട്ടും. ആഡ്വേർബില് നമ്മളെ ഹൗ എഴുതിയില്ലേ? ഹൗ താഴെ കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞിരുന്നില്ലേ എല്ലാവരോടും? യെസ് മാം. അപ്പോ ഹൗ എന്ന് പറയുമ്പോ അത് മാനറും കൂടെയാണ്. അത് പറഞ്ഞിരുന്നില്ലേ ഞാൻ? യെസ് മാം പറഞ്ഞിരുന്നു. ഹൗ മാനർ, ഹൗസ് സ്ലാഷ് ഇട്ട് മാനർ ഇട്ടുണ്ടായിരുന്നു. പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ അത് കൂടാതെ ഡിഗ്രീസ് പറഞ്ഞിരുന്നു ഞാൻ. ഡിഗ്രി. യെസ് മാം പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രിയും പറഞ്ഞു. ക്ലിയർ ആണ്. അപ്പൊ
എക്സാമ്പിൾസ് കംപ്ലീറ്റ് ചെയ്തു നമ്മള്. എവിടെ വെച്ചാ നമ്മൾ നിർത്തിയത്? പെട്ടെന്ന് സമയം പോയി, അറിഞ്ഞില്ല. എവിടെ വെച്ചാ നിർത്തിയേ? Sam jumped to the highest superlative. കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവിന്റെയും എക്സാമ്പിൾ ആണോ എഴുതിയിരുന്നത്? യെസ് മാം. Yes, ma'am. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയോ? അതിനോട്ട് കംപ്ലീറ്റ് ആയോ? കമ്പാരിറ്റീവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സൂപ്പർലേറ്റീവ് ഉണ്ടല്ലേ? ഓക്കെ. കമ്പാരിറ്റീവ് അഡ്വേർബ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, അഡ്വേർബ് എന്താണ്? മനസ്സിലായി. പറയൂ, ഒരാൾ പറയൂ, അഡ്വേർബ് എന്താണ്? കമ്പാരിറ്റീവ് അഡ്വേർബ്. വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എക്സാമ്പിളോ? ഒരു എക്സാമ്പിൾ പറയൂ. അഡ്വേർബിനെ ഒരു എക്സാമ്പിൾ പറയൂ. Fast, beautiful. She danced very beautiful. She's beautiful. Yeah. Then She danced very beautifully. yeah. പറയൂ, നെക്സ്റ്റ് പറയൂ. എക്സാമ്പിൾസ് അല്ല, അഡ്വേർബിനെ കുറിച്ച് പറയൂ. പിന്നെ ഏതാ ടു ടൈപ്സ് ഓഫ് അഡ്വേർബ് ഏതാ? Comparatively and superlative. Yeah. Comparative. അതുല്യ ഓക്കെ. അപ്പൊ പറയൂ, കമ്പാരിറ്റീവ് എന്താ? കമ്പാരിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഒരു രണ്ടെണ്ണത്തിന് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണെങ്കിൽ the truck moved more slowly than the car. നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി, രണ്ടെണ്ണത്തിന് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ്. അത് ഏതിനെ കമ്പയർ ചെയ്യാനാണ്? അത് എന്തായിരിക്കും? ഒരു വ്യക്തി ചെയ്ത വെർബ് അല്ലേ? ഒരു വെർബിനെ വെർബിനെ കമ്പയർ ചെയ്യാനാണ് കമ്പാരിറ്റീവ് ഉപയോഗിക്കുക. അപ്പൊ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. My sister always runs faster than me. ഫാസ്റ്റർ ഒക്കെ വരുമ്പോ അതും ഞാൻ തന്നിരുന്നില്ലേ? ഏതൊക്കെയാണ് വേർഡ്സ് വരാ അതൊക്കെ തന്നിരുന്നില്ലേ? ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നില്ലേ? തന്നിരുന്നോ നോട്ട്? തന്നിരുന്നു മാം. തന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇനി സൂപ്പർലേറ്റീവിന്റെ മാത്രം എക്സാമ്പിൾസ് മതി അല്ലേ? യെസ് മാം. യെസ്. ഓക്കെ ഓക്കെ, എഴുതിക്കോളൂ. സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ് adverb. Tina drives the most intelligently. Tina drives. Drive ചെയ്യുക. Drive. D-R-I-V-E-S. Drives. Tina drives the most intelligently. Tina drives the most intelligently. Tina drives the most intelligently. Okay. എഴുതിയില്ലേ എല്ലാവരും? എഴുതിയല്ലോ? എഴുതിയില്ലേ? Okay, next. This is the most wonderful movie I have. എഴുതിന്നല്ലേ പറഞ്ഞേ? Okay, next one എഴുതിക്കോളൂ. This is the most wonderful movie. This is the most
This is the most wonderful movie I had ever seen. I had ever seen. I had ever seen. This is the most wonderful movie I had ever seen. Sentence in meaning എന്താ? Meaning എന്താ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഇതാണ് ഞാൻ movie കണ്ടതിൽ ഇതാണ്. വെച്ച് ഏറ്റവും Correct. Okay. കാരുണ്യ അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. സൗണ്ട് ബ്രേക്ക് ആയാണ് കേൾക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതിക്കോളൂ. My house is the largest one. My house is the largest one in our neighborhood. My house is the largest one in our neighborhood. 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 My house is the largest one in our neighborhood. Okay. Okay, clear ആണോ? യെസ് മാം ക്ലിയർ ആണ്. ഓക്കെ, ഇത്രയും വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരണേ. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, സൂപ്പർലേറ്റീവും കമ്പാരിറ്റീവും ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾസ് എല്ലാം ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല മാം. മാം ഇത് ലാർജസ്റ്റ് വൺ പോലെ തന്നെ സ്മോളസ്റ്റ് വൺ അങ്ങനെയും പറഞ്ഞൂടെ? നെഗറ്റീവ് ആയിട്ടും പറയാലോ. പറയാൻ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഉണ്ടാവും. ഓക്കെ, അത് സ്മോളസ്റ്റ് ലാർജസ്റ്റ് അങ്ങനെ ST വെച്ച് കണ്ടാൽ ഇതൊക്കെ സൂപ്പർലേറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് അതിങ്ങനെ മനസ്സിലാക്കാം. മറ്റേത് ഫാസ്റ്റർ, മോർ എന്നൊക്കെ ആഡ് ചെയ്ത് വരുമ്പോ അതൊക്കെ എന്താ കമ്പാരിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ മാം, മോർ അങ്ങനെയുള്ളതൊക്കെ വരുന്നതൊക്കെ ദാൻ മോർ വരുന്നത് കമ്പാരിറ്റീവും, അതുപോലെ മോസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് അങ്ങനെ വരുന്നത് സൂപ്പർലേറ്റീവ്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതെ, അത് സൂപ്പർലേറ്റീവ് അങ്ങനെയാ വരുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കോട് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഞാൻ പറയാം. ഇതിവിടെ കഴിയട്ടെ. ഇതും ഏകദേശം സെയിം ആണ്. അപ്പൊ നമ്മളിപ്പോ വെർബ് കഴിഞ്ഞു, അഡ്ജക്റ്റീവ് ആഡ്വർബ് കഴിഞ്ഞു അല്ലേ? ഓക്കെ, ആഡ്വർബ് കഴിഞ്ഞു. അടുത്ത ഏതാണ്? അഡ്ജക്റ്റീവ് ആണ്. Adjective. Okay. The topic is adjective. Adjective എന്താണ്? Adverb എന്താണ്?
വെർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്വർബ്. അപ്പൊ അഡ്ജക്റ്റീവ് എന്തായിരിക്കും? ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണോ? അല്ല, നൗണിനെ. നൗണിനെ നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. അഡ്ജക്റ്റീവിനെ കിട്ടി കൊടുക്കുക, എഴുതുക. ഡിസ്ക്രൈബ്സ് എ നൗൺ. അഡ്ജക്റ്റീവ്സ് ഡിസ്ക്രൈബ്സ് എ നൗൺ. എക്സാമ്പിൾ എഴുതിക്കോളൂ. എക്സാമ്പിൾ എഴുതണ്ട, നോക്കിക്കോളൂ, ശ്രദ്ധിച്ചിരിക്കും. മീര ഈസ് എ സ്മാർട്ട് ഗേൾ. ഇവിടെ മീരയാണ് സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞത്, അല്ലെ? അല്ലാതെ മീര ചെയ്ത ഒരു പ്രവൃത്തിയെ അല്ല ഇവിടെ എന്താ ഡിസ്ക്രൈബ് ചെയ്തത്, അല്ലെ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ, അല്ലെ? അവിടെ എന്താണ്? ആ വുമണിനെയാണല്ലേ, അല്ലാണ്ട് പ്രവൃത്തിയോ ഒന്നും അല്ല, അല്ലെ? വുമണിനെയാണ് അവിടെ അമേരിക്കൻ എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അതാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട്. ഇവിടെ എന്താണ്? ബോട്ടിനെയാണ് എന്ത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തന്നെ, അല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താണത്? അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോ ഇവിടെ മീര ഈസ് എ സ്മാർട്ട് ഗേൾ, അല്ലെ? ഇപ്പൊ ഇവിടെ നൗൺ ഏതാണ്? സെന്റൻസിൽ നൗൺ ഏതാണ്? ഗേൾ. ഗേൾ ആണ്. ഗേളിനെയാണ് ഇവിടെ എന്താ സ്മാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഗേൾ ചെയ്ത പ്രവൃത്തിയാണ് ഡിസ്ക്രൈബ് ചെയ്തെങ്കിലോ? അഡ്വർബ്. ആഡ്വേർബ് ആണ്. മീര ഈസ് എ സ്മാർട്ടസ്റ്റ് റണ്ണർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? ആഡ്വേർബ് ആണ്. കാരണം റണ്ണ്, ഓടുക എന്നൊരു വേർബ് ഉണ്ട് അവിടെ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണിത്? ആഡ്വേർബ് ആണ്. ഇവിടെ എന്താണ്? മീര ഈസ് എ സ്മാർട്ട് ഗേൾ എന്നാ പറഞ്ഞേ. ഇത്രയും മനസ്സിലാക്കുക. അവിടെ അഡ്ജക്റ്റീവ് ആണെങ്കിൽ അവിടെ എന്താ വെർബ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്താണ് അഡ്ജക്റ്റീവ് ടൈപ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, പറഞ്ഞു പോണോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിൽ കിട്ടുമ്പോ നോക്കിക്കോളോ? എന്താ ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞു പോവാം മാം. ഓക്കെ, അത്രയും ഡിസ്ക്രൈബ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാരണം അത്രയും ആവശ്യമില്ല. ഇത് ഞാൻ നോട്ട് ജസ്റ്റ് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. അഡ്ജക്റ്റീവ് പഠിക്കുമ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണേ. ഫസ്റ്റ് നോക്കി, പ്രോപ്പർ അഡ്ജക്റ്റീവ്. എന്താണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്? നമ്മളിപ്പോ പ്രോപ്പർ നൗൺ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞ അത് തന്നെ. പ്രോപ്പർ നൗൺ ഏതായിരിക്കും? പ്രോപ്പർ നൗൺ ഏതാ? നമ്മുടെയൊക്കെ പേര്, അല്ലെ? നമ്മൾ നൗൺ എടുത്തപ്പോഴേ നമ്മൾ പഠിച്ചതല്ലേ? ഓരോരുത്തരുടെ പേരുകളാണ് എന്ത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്, അല്ലെ? ഒരു പെർട്ടിക്കുലർലി ഒരു പേര് കൊടുക്കുമ്പോൾ എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. അതുപോലെ തന്നെയാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ അല്ലേ? ഒരുപാട് കൺട്രീസ് ഉണ്ട്, അതിലൊരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്തായിട്ട് വരാം? ഇന്ത്യൻ എന്ന് വരും. ഓക്കെ, അതിന്റെ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്താണ്? ഇന്ത്യൻ എന്ന് വരും, അല്ലെ? ഇപ്പൊ അമേരിക്ക, അതിന്റെ അഡ്ജക്റ്റീവ് എന്തായിരിക്കും? അമേരിക്കൻ. ഇപ്പൊ നമ്മള് ഒരാളെ പറയും ഷീസ് ആൻ ഇന്ത്യൻ വുമൺ എന്ന് പറയില്ലേ? കാരണം ആ വുമണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചാണ് ഇന്ത്യൻ എന്ന പറഞ്ഞ വാക്ക്, അല്ലേ? അല്ലാതെ നമ്മള് ഇന്ത്യ വുമൺ എന്ന് പറയോ? ഇല്ല, അല്ലേ? ഷീസ് ആൻ അമേരിക്കൻ വുമൺ എന്ന് പറയില്ലേ? അപ്പൊ അമേരിക്കൻ എന്ന വേർഡാണ് എന്ത് അവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോ നോക്കിയേ, വി സോ എ ഷേക്സ്പീരിയൻ ഡ്രാമ. ഈ ഷേക്സ്പീരിയൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നാണ്? ഷേക്സ്പിയർ ഡ്രാമ. ഷേക്സ്പിയറിൽ നിന്ന് വന്നാണ് ഷേക്സ്പീരിയൻ. അപ്പോ ഷേക്സ്പിയർ എന്താണ്? അതൊരു ഡ്രാമയുടെ പേരാണ്. പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ഷേക്സ്പീരിയൻ ആണ് ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ചിന്തിച്ച് കാട് കയറരുത്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടാല് ഇപ്പൊ ആളുടെ പേരോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും ഇവിടെ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത്
നോക്കൂ പ്രോപ്പർ അഡ്ജക്റ്റീവ് സച്ച് ആസ് Clear ആണ്. നെയിം ഓഫ് ക്ലിയർ ആണ് പീപ്പിൾ, മാം. പ്ലേസ് ഓർ ഓർഗനൈസേഷൻ. എന്തെങ്കിലും പ്ലേസോ പീപ്പിളുടെ പേരോ വെച്ചിട്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അത് അഡ്ജക്റ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ? മാം. Okay. Then next, descriptive adjective. Descriptive adjective എന്ന് പറയുന്നത് എന്താ? എക്സാമ്പിൾ നോക്കിയേ. Tom tried to climb the tall tree. അല്ലേ? ഇവിടെ ഇങ്ങനെ പറഞ്ഞാലും മതി. Tom tried to climb the tree എന്ന് പറഞ്ഞാലും മതി. എന്ത് ചെയ്തു? ഇവിടെ ട്രീനെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്തു അല്ലേ? എന്താ? ടോൾ ട്രീ എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എല്ലാവരും ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതിന്റെ ഓരോ ടൈപ്പാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് പ്രോപ്പർ നൗൺ. അതെന്താ? മാറി അവിടെയും എന്താ? ഒരു അഡ്ജക്റ്റീവ് അല്ലെ? പ്രോപ്പർ അഡ്ജക്റ്റീവ് വരും അല്ലെ? അതുപോലെ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. അപ്പൊ ഒരു വസ്തുവിനെയോ ഒരു തിങ്കിനെയോ എന്തിനെങ്കിലും അത് കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യും. അതാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ ഇറ്റലി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി. ഇവിടെ ബ്യൂട്ടിഫുൾ ആണ് എന്ത്? ബ്യൂട്ടിഫുൾ ആണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് അല്ലേ? കൺട്രിയെ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്തപ്പോ എന്താ? ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. ഓക്കെ, Yes, ma'am. ക്ലിയർ ആണോ? യെസ് മാം. യെസ്, ഓക്കെ. റോഹൻ ഈസ് എ ക്ലവർ സ്റ്റുഡന്റ്. അവനൊരു ക്ലവർ ആണ്. അപ്പൊ ഇവിടെ എന്ത്? ഏതാണ് അഡ്ജക്റ്റീവ്? ഏതാണ്? ക്ലെവർ അഡ്ജക്റ്റീവ്, സ്റ്റുഡന്റ് നൗൺ. ക്ലവർ. ക്ലവർ ആണ് അഡ്ജക്റ്റീവ്. ശരിക്കും നിങ്ങൾക്ക് ഇപ്പോ ക്വസ്റ്റ്യൻ വരുമ്പോ ഒരു സെന്റൻസ് കണ്ടാൽ അഡ്ജക്റ്റീവ് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇത് ഇത്രയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് എടുത്തത് കൊണ്ട് പറഞ്ഞു പോകാം. ഇപ്പോ ക്വാണ്ടിറ്റേറ്റീവില് നോക്കിയേ. ഐ ഹാവ് സെവറൽ ഫ്രണ്ട്സ് കം ഹിയർ. ക്വാണ്ടിറ്റി, കുറച്ച് ക്വാണ്ടിറ്റി പറയും. സെവറൽ അല്ലെ? മെനി, എവരി, ഓൾ, ഇതൊക്കെ ക്വാണ്ടിറ്റിയിലെ പറയാ. കുറച്ച്, ഒരുപാടുണ്ട്, കുറച്ചുണ്ട്, കുറച്ചേ ഉള്ളൂ, ഇത്തിരി ഉള്ളൂ എന്നൊക്കെ പറയും. ക്വാണ്ടിറ്റി അല്ലേ? അപ്പൊ അങ്ങനെ ക്വാണ്ടിറ്റി വന്നാല് ആ ക്വാണ്ടിറ്റി ആണ് അവിടെ എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, ഐ ഹാവ് സെവറൽ ഫ്രണ്ട്സ് കം ഹിയർ. ഇവിടെ സെവറൽ ആണ് എന്ത്? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റി അഡ്ജക്റ്റീവ് ആണ് ഇത്. ഓക്കെ, അതുപോലെ നോക്കി ഷീ ഏറ്റ് ഓൾ ചോക്ലേറ്റ്. ഓൾ ചോക്ലേറ്റ്, എല്ലാ ചോക്ലേറ്റും, അത് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ അല്ലെ? ഒരുപാട് ഫൺ ആയി അല്ലെ? അതും ഒരു ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആയോ? ഐ ഹാവ് ടോൾഡ് യു മെനി ടൈംസ്. ഒരുപാട് ടൈം പറഞ്ഞു അല്ലെ? അതും ഒരു ക്വാണ്ടിറ്റി ആണ്. മോസ്റ്റ് പീപ്പിൾ എൻജോയ് ട്രാവലിംഗ്. എൻജോയ്, അതും ഒരു എന്താ? എൻജോയ് ട്രാവലിംഗ്. അത് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. എൻജോയ്, നോക്കണം, സംശയമുണ്ടേ. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റി മനസ്സിലായില്ലേ? സെന്റൻസിൽ ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്താൽ എന്താ? ക്വാണ്ടിറ്റി അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? മാം ഇതില് അടുത്തത് മോസ്റ്റ് പീപ്പിൾ എന്നുള്ളൊരു മോസ്റ്റ് ആയിരിക്കില്ലേ മാം? അപ്പൊ വരും മോസ്റ്റ് പീപ്പിൾ. എൻജോയ് എങ്ങനെ വരും? എൻജോയ് ഇങ്ങനെ വരണേ? ഞാൻ പറഞ്ഞിട്ട് ഡൗട്ട് ഉണ്ട്. മോസ്റ്റ് വന്നതുകൊണ്ടാണോ? ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ന്യൂമറൽ എന്താണ്? ന്യൂമറൽ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്പർ പറയും. ഓക്കെ, അതാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ്. ടീന ഹാസ് 5 റാബിറ്റ്സ്. ഓക്കെ, 5 എന്ന് പറയുന്ന നമ്പർ ആണ് അല്ലെ? അത് അപ്പൊ എന്താ? ന്യൂമറൽ ആണ്. ഓക്കെ, മനസ്സിലാവണേ പറയണം കേട്ടോ. നിങ്ങൾ മനസ്സിലാവണേ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോ ഞാൻ ഇതില് എക്സാമിനൊക്കെ വരുമ്പോ ഇതിൽ ഏത് അഡ്ജക്റ്റീവ് ആണ് എന്ന് ചോദിക്കോ? അങ്ങനെ ചോദിക്കോ? നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെ വരില്ല. ഓക്കെ, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഈ ടോപ്പിക്കോട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് പോലെ നടത്താം. മേ ബി അടുത്ത ക്ലാസ്സിലോ എപ്പോഴെങ്കിലും. ഓക്കെ, ഓക്കെ മാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഞാൻ പറയുന്നത്, ഈ ടോപ്പിക് ഇങ്ങനെ അധികം ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അഡ്ജക്റ്റീവ് എടുത്തപ്പോ ഇതും കൂടെ അറിഞ്ഞിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ നോട്ട് എഴുതിയതാ. കാരണം നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ്.
ഓക്കെ. ഓക്കെ മാം. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ഡെമോൺസ്ട്രേറ്റീവ് എന്താണ്? നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് നേരത്തെ പഠിച്ചതല്ലേ അല്ലേ? ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ. give me that blue water bottle. ഓക്കെ, give me that water bottle എന്ന് പറഞ്ഞാലും മതി. പക്ഷെ ഇവിടെ കളർ മെൻഷൻ ചെയ്യണം അല്ലെ? കളർ പറയുന്നു. അപ്പൊ അതാണ് ഇവിടെ എന്ത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവിന്റെ വേർഡ്സ് കീവേർഡ്സ് കുറച്ച് നോക്കി. that, those, these, this, it, here, there and over there. ഇതൊക്കെ എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് വരുമ്പോ അതൊക്കെ എന്താ? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു മാം, അതെന്താണ്? കീവേർഡ്സ് ആണ് ഉദ്ദേശിച്ചത്. അതാണ് കീവേർഡ്സ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കി, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ദാറ്റ് ഡയറക്ട്ലി ഇൻഡിക്കേറ്റ്സ് എ പേഴ്സൺ, തിങ്ക് ഓർ ഫ്യൂ പീപ്പിൾ ആൻഡ് ഫ്യൂ തിങ്സ്. The demonstrative adjectives words are that, those, these, this, it, here, there and over there. Okay, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ ഇതിക്ക് മുന്നേ ഡെമോൺസ്ട്രേറ്റീവ് നൗൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? പൊസസീവ് നൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പഠിച്ചിരുന്നോ? യെസ് മാം, പഠിച്ചിട്ടുണ്ട്. അത് തന്നെ സെയിം ആണിത്, ഒരു വ്യത്യാസവും ഇല്ല. കാരണം അത് ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റീവ് നൗൺ എന്ന് പറയുന്നത് ദിസ് ദാറ്റ് വെച്ച് യൂസ് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ദിസ് ദാറ്റ് വെച്ചേ പറയുന്നുള്ളൂ. പക്ഷെ ആ ദിസ് ദാറ്റ് വെച്ച് പറയുന്ന സാധനത്തിനെ എന്താ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? ഓക്കെ മാം, മനസ്സിലായി. ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ. പൊസസീവ് എന്താ? ഞാൻ ഒന്ന് പറഞ്ഞു. പൊസസീവ് നൗൺ എന്താ? മൈൻ, നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ വരുന്നതാണ്. മൈ, മൈൻ എന്നൊക്കെ വരുന്ന കാര്യങ്ങൾ. അത് തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, മൈ, യുവർ. അതെ, അങ്ങനെ തന്നെയാ ഇവിടെയും വരാം. വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ കുറച്ചുകൂടെ എന്താ ഡിസ്ക്രൈബ് ചെയ്യാം, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ നൗൺ എന്താണോ അത് തന്നെയാണ് ഇവിടെ. ഇന്റർഗേറ്റീവ് നൗൺ പഠിച്ചു, അതുപോലെ തന്നെയാണ് ഇന്റർഗേറ്റീവ് അഡ്ജക്റ്റീവ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഓക്കെ, വാട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇന്റർഗേറ്റീവ് എന്താ? ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടീവ് എന്താ? ഈച്ച്, എവറി, നെയ്തർ, എയ്തർ, നൺ. അതൊക്കെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് സ്ക്രോൾ ചെയ്യോ? എഴുതണ്ട, എഴുതിയെടുക്കണ്ട. ഈ നോട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, ആരും എഴുതിയെടുക്കരുതേ. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഒന്നും ആരും എഴുതിയെടുക്കണ്ട. കാരണം ഇത് നിങ്ങൾക്കുള്ള നോട്ടാണ്. ഞാൻ അല്ലാതെ പറഞ്ഞു തരില്ലേ, ആ നോട്ട് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, നമുക്ക് ക്ലിയർ ഇല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്നിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാ വിചാരിക്കുള്ളൂ. റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ക്ലാസ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കൂ, എന്നിട്ട് മനസ്സിലാവണ്ടാന്ന്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. അത് നിങ്ങൾക്ക് ഇപ്പോ എടുത്തത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി മാത്രം ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, നോക്കൂ. ദിസ് മാർക്കറ്റ് ഈസ് വെൽ നോട്ട് ഇൻ ദ ഓൾ സിറ്റി. ഹോൾ സിറ്റി. ദിസ് മാർക്കറ്റ് ഈസ് വെൽ നോട്ട് ഇൻ ദ ഹോൾ സിറ്റി. ഏതായിരിക്കും? ന്യൂമറൽ ആണോ? ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ്. ഇതിൽ ക്വാണ്ടിറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഹോൾ സിറ്റി എന്ന് പറഞ്ഞപ്പോ ഹോൾ സിറ്റി ക്വാണ്ടിറ്റി ആണോ? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണോ? ദിസ് വന്നിട്ടുണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് അല്ലേ? ദിസ് വന്നു. ഓക്കെ, ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ക്വാണ്ടിറ്റി അവിടെ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ഹോൾ സിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അത് ക്വാണ്ടിറ്റി ആണോ? ക്വാണ്ടിറ്റി അല്ലല്ലോ. ഓക്കെ, ഡെമോൺസ്ട്രേറ്റീവ് അല്ലേ?
ദിസ് അല്ലേ ഇവിടെ യൂസ് ചെയ്തേ? ആണോ? യെസ് മാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐ ബോട്ട് 2 പെർഫ്യൂംസ് ഫ്രം ദിസ് ഷോപ്പ്. ന്യൂമറൽ അഡ്ജക്റ്റീവ് ആണ്. 2 പെർഫ്യൂംസ്. ന്യൂമറൽ അഡ്ജക്റ്റീവ്. ന്യൂമറൽ അഡ്ജക്റ്റീവിനെ അഡ്ജക്റ്റീവ് ഓഫ് നമ്പേഴ്സ് എന്നും പറയും ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ എന്താന്ന് നോക്കി? അഡ്ജക്റ്റീവ് ഓഫ് നമ്പേഴ്സ്. അഡ്ജക്റ്റീവ് ഓഫ് നമ്പേഴ്സ് ആണ്. കാരണം കറക്റ്റ് ഒരു എക്സാക്ട് നമ്പർ അവിടെ എന്താ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? 2. അപ്പൊ ഇതെന്താണ്? അഡ്ജക്റ്റീവ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഐ എയ്റ്റ് ആണ്, ലേറ്റ് അല്ല. ഐ എയ്റ്റ് സം ഐസ്ക്രീം. ക്വാണ്ടിറ്റേറ്റീവ്. അത് ക്വാണ്ടിറ്റീവ് ആണ്. കാരണം എന്താ? ക്വാണ്ടിറ്റി പറഞ്ഞു, സം പറഞ്ഞു അല്ലെ? അടുത്ത നോക്കി. ഹിസ് ബ്രദർ ഈസ് വെരി ഇന്റലിജന്റ്. പോസസീവ് അഡ്ജക്റ്റീവ്. ഹിസ് എന്ന് വന്നതുകൊണ്ട് പോസസീവ് ആണ്. വേറെ ഒന്നും പറയാൻ ചാൻസ് ഇല്ല അല്ലെ? പോസസീവ് ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? യെസ് മാം, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. പിന്നെ ഫിഫ്ത് വൺ നിങ്ങൾ PSC എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫിഫ്ത് വൺ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം PSC മിക്കവാറും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരാം. അതിന്റെ ഓർഡർ ആണേ. ആ ഓർഡർ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് നോക്കി, ഇവിടെ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് കൊടുത്തിട്ടില്ലേ? ഫസ്റ്റ് ഏതാ? ഡിറ്റർമിനർ, എ ആൻഡ് ഐദർ ബോത്ത് എക്സെട്ര, അങ്ങനെ കുറച്ച് ഡിറ്റർമിനേഴ്സ് ഉണ്ട്. അതുപോലെ ഒപ്പീനിയൻ ഏതാ? ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, ഗുഡ്, അമേസിംഗ്. ഒപ്പീനിയൻ പറയില്ലേ? അതെ. പിന്നെ സൈസ് മെൻഷൻ ചെയ്യും. ബിഗ്, സ്മോൾ, മാസീവ്. ദെൻ ഏജ്, യങ്, ഓൾഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്യും. പിന്നെ ഏതാ? ഷേപ്പ്. ഓക്കെ, ഇത് ഓർഡർ ആണേ. ഈ ഓർഡർ നോക്കിയിട്ട് ഈ ഫിഫ്ത് വൺ ആൻസർ ചെയ്യാൻ പറ്റും നോക്കിയേ. ബി ആണോ മാം? എല്ലാരും പറയൂ. ഓപ്ഷൻ ബി, എ നൈസ് ഓൾഡ് സ്റ്റോൺ. ഓക്കെ, കാരുണ്യ പറഞ്ഞു. ഇനി വേറെ ആരെങ്കിലും പറയാനുണ്ടോ? old nice stone. Option D. An old nice stone. Okay. Then anyone? ഈ ഓർഡർ നോക്കിയിട്ട് ആൻസർ ചെയ്യൂ. പറയൂ. മനസ്സിലായി ആർക്കും? യെസ് മാം, മനസ്സിലായി. വേറെ ആരെങ്കിലും? 2 പേര് മാത്രമേ ക്ലാസ്സിലുള്ളൂ. ബാക്കി ആരും എന്താ ഉറങ്ങിയാണ്? ഓപ്ഷൻ പറയൂ. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണോ എല്ലാരും പറയുന്നേ? യെസ് മാം. കമന്റ് ചെയ്യോ? ഓരോരുത്തർ കമന്റ് ചെയ്തേ. പറയാൻ ബുദ്ധിമുട്ടുള്ളവർ കമന്റ് ചെയ്യാം. ആതിര CKD. പറഞ്ഞോളൂ. എല്ലാരും പറഞ്ഞിട്ട് ആൻസർ പറയുള്ളൂ. പറയൂ. D. ഓക്കെ, ആരൊക്കെയാണ് ഡി പറഞ്ഞ ആൾക്കാര്? എന്താ ഡി പറഞ്ഞേ? ഡി എന്താ പറഞ്ഞേ? ഓർഡർ അനുസരിച്ച് പറയൂ എന്ന് പറയുമ്പോ നൈസ് എന്ന് പറയുന്നത് എവിടെയാ? ഒപ്പീനിയൻ ആണ്. ഓക്കെ, അപ്പൊ ഒപ്പീനിയൻ എവിടെയാ? ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? ദെൻ ഏതാ വന്നേ? ഓൾഡ് എന്ന് പറയുമ്പോ എന്താ? ഏജ് ആണ്. അപ്പൊ സെക്കൻഡ് വൺ ഏജ് ആണ് വന്നേ. സ്റ്റോൺ എന്ന് പറയുന്നത് എന്താ? മെറ്റീരിയൽ ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. PSC എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. മനസ്സിലാക്കി പോയിട്ട് കാര്യമില്ല, പഠിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും PSC ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം. മാം, ഇതിൽ നമുക്ക് ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് വരുമോ ഇവിടുത്തെ എക്സാമിന്?
ഇവിടുത്തെ എക്സാമിന് ചാൻസ് വളരെ കുറവാണ്. ഓക്കെ ഓക്കെ ക്ലിയർ. അപ്പോ നമ്മൾ ആഡ്വേർബിന് പറഞ്ഞ പോലെ ഇവിടെയും കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ഉണ്ട്, കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ഉണ്ട്. ഓക്കെ ഓക്കെ മാം. എക്സാമ്പിൾ നോക്കിയേ. He sang the song better than others. He sang the song, അതൊരു മിസ്റ്റേക്ക് ആണ്. He sang the song വരില്ല, അവിടെ വെർബ് അല്ല, അത് കമ്പാരിറ്റീവ് ആഡ്വേർബ് ആണ്. നിങ്ങൾ ഈ നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ വെട്ടിക്കളയണോ? ഓക്കെ എല്ലാവരും കേട്ടോ? ഓക്കെ മാം. അവിടെ ഏത് കമ്പാരിറ്റീവ് ആഡ്വേർബ് ആണ്, കാരണം അവൻ ചെയ്ത പാട്ട് നല്ലതെന്നാ പറയുന്നത്, അത് ആഡ്വേർബ് ആണ്. ഹീസ് മോർ ഇന്റലിജന്റ് ദാൻ സാം, അല്ലേ? അതെന്താണ്? മോർ ഇന്റലിജന്റ് ദാൻ വന്നതുകൊണ്ട് മോർ ഇന്റലിജന്റ്, അതെ. ഓക്കെ, പക്ഷെ ഇവിടെ നൗണിനെയാണ് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലേ? മാം ആദ്യത്തെ എക്സാമ്പിൾ എന്തുകൊണ്ട് കമ്പാരിറ്റീവ് അല്ല എന്ന് പറഞ്ഞത്? ആദ്യത്തെ എക്സാമ്പിൾ കമ്പാരിറ്റീവ് ആണ്, പക്ഷെ ഇത് വെർബാണ് കമ്പാരിറ്റീവ്. ആഡ്വേർബ് ആണ്. ആഡ്വേർബും അഡ്ജക്റ്റീവും മാറിപ്പോകരുത്. ഓക്കെ. അലക്സ് ഈസ് ടോളർ ദാൻ സാമുവൽ, അതും എന്താണ്? അഡ്ജക്റ്റീവ് ആണ്, കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, അല്ലെ? ടോളർ വന്നു, അത് ഓക്കെ, പക്ഷെ എന്താ നൗണിനെ ഡിസ്ക്രൈബ് ക്ലിയർ. അതുപോലെ തന്നെയാണ് സൂപ്പർലേറ്റീവിലും വരാ. ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ, അത് നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേ. ദിസ് ചെയർ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ, അതും എന്താ നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നേ, അല്ലേ? അവിടെ മോസ്റ്റ് യൂസ് ചെയ്തു ആണ്. ദിസ് ഈസ് ദ കോൾഡസ്റ്റ് പ്ലേസ് ഇൻ ദ കൺട്രി, അതും ഒരു നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അല്ലെ? കോൾഡസ്റ്റ് യൂസ് ചെയ്തപ്പോൾ അത് സൂപ്പർലേറ്റീവ് ആണ്. കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് മനസ്സിലായോ? യെസ് മാം, മനസ്സിലായി. യെസ് മാം. ക്ലിയർ ആണ്. എക്സാമ്പിൾസ് ആണ് അപ്പൊ വേണ്ടത്. വേണം എക്സാമ്പിള്? മനസ്സിലായോ? യെസ് മാം, മനസ്സിലായി. എക്സാമ്പിളിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് അടുത്ത പ്രാവശ്യം വേണം മാം, കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ. എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ ഒരാൾ പറഞ്ഞേ, മനസ്സിലായെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരാൾ എക്സാമ്പിൾ പറയും. അഡ്വർബിന്റെ ആണോ കമ്പാരിറ്റീവും? അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ പറയണം. എന്തിന്റെ മാം? കമ്പാരിറ്റീവ് അഡ്ജക്റ്റും സൂപ്പർലേറ്റീവ് സൂപ്പർലേറ്റീവും പറയാം അഡ്ജക്റ്റീവിന്. He looks better than me. Oh, wonderful. Yeah. Okay, then next. Comparative. The superlative. My phone is expensive, most expensive. Yeah, clear. ഇത്രയേ ഉള്ളൂ. പിന്നെ എക്സാമ്പിൾ വേണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാലോ. ഓക്കെ, എഴുതിക്കോളൂ. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്. Blood is thicker than water. Blood is thicker than water. Blood is thicker than water. Thicker, thicker, thicker. Blood is thicker than water.
Then next one, the chicken is older than the duck. The chicken is older than the duck. The chicken is older than the duck. Older, O-L-D-E-R, than the duck. താറാവ്, D-U-C-K, duck. The living room is larger than. The living room is larger. The living room is larger than the bedroom. The living room is larger than the bedroom. The living room is larger than the bedroom. Okay. This homework is easier than. This homework is easier. E-A-S-I-E-R, easier than that homework. ആ ഹോംവർക്കിനേക്കാൾ എളുപ്പമാണ് ഈ homework. This homework is easier than that homework. Okay, clear? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഒരു കൺഫ്യൂഷൻ ചോദിച്ചോട്ടെ. ഇപ്പം ഇതിപ്പോ ലാർജർ ദാൻ എന്നൊക്കെ വരുമ്പോ കമ്പാരിറ്റീവ് അല്ലേ? അപ്പൊ അത് ലാർജസ്റ്റ് ദാൻ വരാൻ പറ്റുമോ? അങ്ങനെ വരില്ല അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് കമ്പാരിറ്റീവ്. നെക്സ്റ്റ്, സൂപ്പർലേറ്റീവ്. Alex is the smartest in the class. Alex is the smartest one 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 in the class. Then next one, she is the most beautiful woman. She is the most beautiful woman. She is the most beautiful woman I have ever seen. I have ever seen. She is the most beautiful woman I have ever seen. She is the most beautiful woman I have ever seen. Next, everybody. I am the happiest person in the world. 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 Okay, clear ആണോ? ക്ലിയർ മാം. Yeah, clear. അപ്പോ വെർബ് കഴിഞ്ഞു, ആഡ്വേർബ് കഴിഞ്ഞു, അഡ്ജക്റ്റീവ് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഷോർട്ട് ആക്കി ഒന്ന് പറയാമോ? എന്താണ് വെർബ്, ഏതൊക്കെ വെർബ് ഉണ്ട്, അതുപോലെ എന്താണ് ആഡ്വേർബ്, ഏതൊക്കെ ആഡ്വേർബ്സ് ഉണ്ട്,
എന്താണ് അഡ്ജക്റ്റീവ്, ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്, ഇതൊക്കെ ഒന്ന് ഷോർട്ട് ആക്കി ഒന്ന് പറഞ്ഞെല്ലാവരും. പറയൂ. എനിവാൾ, ഒരാള് വരൂ പറയാൻ. മാം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നൗൺ വേർബ് തൊട്ടാണോ? വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ എന്ന് പറയാം. അതാണ് വെർബ് എന്ന് പറയുന്നത്. സംതിങ് ഡൂയിങ് സംതിങ്, അതാണ് വെർബ്. വെർബ് വെർബ് എത്ര തരത്തിലാണ്? ആക്ഷൻ വെർബ്. ആക്ഷൻ ഓഫ് വെർബ് ആണ്. നോട്ട് എടുക്കുക. ഏയ് നോട്ട് എഴുതിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആക്ഷൻ വെർബ്. ആക്ഷൻ വെർബ് എന്താ? ആക്ഷൻ വെർബ് മീൻസ് എന്താണ്? ഒരു ഇപ്പം നടക്കാണ്, വാക്കിംഗ് എന്നൊക്കെ പറയുന്നത് ആക്ഷൻ വെർബ് ആണ്. ഡാൻസിങ്, ഷീസ് ഡാൻസിങ്, അതാണ് ആക്ഷൻ വെർബ്. ഒരു സെന്റൻസിൽ ആക്ഷൻ ഉണ്ടാവും അല്ലെ? ആക്ഷൻ വെർബ് എന്ന് പറയും. ഓക്കെ. സ്റ്റേറ്റ് വെർബോ? എന്താ മാം? സ്റ്റേറ്റോ? സ്റ്റേറ്റ് വെർബ് നോ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ അത് പ്ലേസ് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീസ് സിറ്റിംഗ് ഓൺ ദ കോർണർ, ദർ ഇസ് നോ ആക്ഷൻ. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചു ട്രാൻസിറ്റീവ് വെർബ് പഠിച്ചു. ട്രാൻസിറ്റീവ് വെർബ് പഠിച്ചു അല്ലെ? പറയൂ. ട്രാൻസിറ്റീവ് വെർബ് എന്താണ്? ട്രാൻസിറ്റീവ് വെർബ് ആസ് എന്താ? ഒബ്ജക്റ്റ്. Then transitive verb always takes an object. അല്ലേ? Then intransitive verb പറയൂ. ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഏതാ നമ്മൾ പഠിച്ചേ? adverb പഠിച്ചു. adverb പഠിച്ചു. adverb എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് adverb. adverb എന്ന് പറയുന്നത്. ഓക്കെ. അതിലേതൊക്കെയാ adverb ഉള്ളത്? കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും. സൂപ്പർലേറ്റീവ്. ഓക്കെ, അത് പറയൂ. കമ്പാരിറ്റീവ് ആണെങ്കിൽ he sang better than me. Yeah, okay. Then സൂപ്പർലേറ്റീവ് ആണെങ്കിൽ he drives most beautifully. carefully എന്ന് പറയും. Carefully. Okay. Then ഏതായിരുന്നു? adjective പറയൂ. നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ് adjective. Comparative, superlative. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ബ്ലഡ് ഇസ് തിക്കർ ദാൻ മീ, അല്ല വാട്ടർ, ബ്ലഡ് തിക്കർ ദാൻ വാട്ടർ എന്ന് വരുന്നത്. പിന്നെ സൂപ്പർലേറ്റീവ് വരുന്നതാണ് അലക്സ് സ്മാർട്ടസ്റ്റ് വൺ ഇൻ ദ ക്ലാസ്. ഓക്കെ. എല്ലാവർക്കും ഈ പറഞ്ഞൊക്കെ മനസ്സിലായോ? എല്ലാവർക്കും വെറുതെ എന്താണെന്നും എല്ലാവർക്കും അറിയാലോ? ഇത്രയും പഠിച്ചത് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ? അറിയാ? മനസ്സിലായോ? ഓക്കെ. ഒരു കാര്യം ചെയ്യുമെന്നാല് ഇത്രയും പഠിച്ചത് വെർബ് തുടങ്ങി. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ഷോർട്ട് ആക്കിയിട്ട് ഇംഗ്ലീഷിലും എഴുതി. ഷോർട്ട് നോട്ട്, നിങ്ങളുടെ വലിയൊരു ഷോർട്ട് നോട്ട് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ. എഴുതോ അല്ലെങ്കിൽ പറയോ? എന്താ? ഫസ്റ്റ് എഴുതൂ. എഴുതിയിട്ട് ആ എഴുതിയത് പറയൂ എന്നോട്. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെ? ജസ്റ്റ് നമ്മളിപ്പം വെർബ് ആണെങ്കിൽ ദ ആക്ഷൻ ഓഫ് സംതിങ് അങ്ങനെയാണോ എഴുതേണ്ടത്? നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്? സിമ്പിൾ ആയിട്ട്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. സിമ്പിൾ. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, നിങ്ങൾക്ക് എന്താണോ എഴുതാൻ തോന്നുന്നത് എഴുതാം. എവിടെയും നോക്കുകയൊന്നും ചെയ്യരുത്.
സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ, ഒന്ന് റെഫർ ചെയ്യണ്ട, നോട്ട് റെഫർ ചെയ്യണ്ട, ഫോണിൽ നോക്കണ്ട, സ്വന്തമായി എന്ത് തോന്നുന്നോ എഴുതാം. ക്ലിയർ ആയോ? മുതലാണോ മാം? അതുപോലെ എനിക്കുള്ളൂ. എന്താണോ മനസ്സിലായത് മതി കേട്ടോ. വലിയ സീരിയസ് ആയിട്ടൊന്നും എഴുതണ്ട. എന്താണെന്നൊക്കെ മനസ്സിലായ നിങ്ങളുടെ യുവർ ഓൺ വേർഷൻ. ഓക്കെ, കുറച്ച് സമയമുള്ളൂ. Just 5 minutes. കഴിഞ്ഞവര് പറയാ. എന്താണ് വെർബ്? വെർബ് ഏതൊക്കെ വെർബ് ഉണ്ട്, അത് എങ്ങനെ ഏതാണ്, എന്താണ്, അതിന് ഏതാണ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എഴുതണം. ദെൻ ആഡ്വേർബ് എന്താണ്, അതിനൊരു എക്സാമ്പിൾ എഴുതണം. ദെൻ കമ്പാരിറ്റീവ് എന്താണെന്നും അതിനൊരു എക്സാമ്പിൾ, സൂപ്പർലേറ്റീവ് എന്താണെന്നും അതിനും ഒരു എക്സാമ്പിൾ എഴുതാം. ദെൻ അഡ്ജക്റ്റീവ് എന്താണെന്ന് എഴുതാം, അതിന് ഒരു എക്സാമ്പിൾ എഴുതാം. അതുപോലെ കമ്പാരിറ്റീവിന്, സൂപ്പർലേറ്റീവ്, അഡ്ജക്റ്റീവിന് എന്താണെന്നും എഴുതാം, എക്സാമ്പിൾ. ഓക്കെ, ഓക്കെ, കഴിഞ്ഞോ? ഒരാളെങ്കിലും കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് മാം കഴിയാറായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ എഴുതിക്കോളൂ. ഓക്കെ, ഒരാള് പറഞ്ഞേ, സമയം പോകുന്നു. ഒരാള് പറയും, എഴുതിയത് എത്രയെന്ന് വെച്ചാൽ അവിടെ വരെ പറയും. Okay. The verb means it's a action or doing something. The verb is classified into 4 types: action verb, state of being, and transitive verb, intransitive verb. Adile, the action of verb means doing something. That is, example, she is dancing or he is singing. And the next one is state of verb means no motion in it. Example, Ram is a boy. And the other one is transitive verb. That means the sentence has always an object. Example, I caught the ball. The other one is non-transitive verb. It does not have object in it. Example, I was sleeping. Adare editlu ma'am. അത്ര എഴുതിയുള്ളൂ. ഇനി ആഡ്വർബോ? ആഡ്വർബ് എഴുതിയോ കാരുണ്യ? ഇല്ല മാം, എഴുതി കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ കണ്ടിന്യൂ എഴുതിക്കോളൂ. അടുത്ത ആരെങ്കിലും എഴുതിയത് വരുന്നു വായിക്കൂ. anyone? ആശ, ആശ, ആശ നായർ. ആശ, ആശ ക്ലാസ്സിലുണ്ടോ? വേറെ ആരാ? നീഹ, നീഹ റോസ് ക്ലാസ്സിലുണ്ടോ? മിസ്സേ കഴിഞ്ഞിട്ടില്ല എഴുതി.
കുഴപ്പമില്ല. എവിടെ വരെ എഴുതി? എഴുതിയത് വരെ വായിക്കൂ. ടൈം പോകും. നിങ്ങൾ ഫുൾ എഴുതി കഴിയുമ്പോൾ ക്ലാസ് കഴിയും. എഴുതിയത് വരെ വായിക്കൂ എല്ലാവരും. വായിക്കുന്നില്ലേ? ജിത്തു വിജയ കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? Yes, ma'am. വായിക്കൂ. എഴുതിയത് വരെ. Verbs are in 4 types: action verb, state verb, transitive verb, and intransitive verb. Action verb means the sentence which പറഞ്ഞു. sentence have an action. Example, the bird fly in the sky. The state verb means without action verb, that is state verb. Example, the sun is shining brightly. And the verb have the sentence have an object, that is a transitive verb. And I close the door is the example of transitive verb. And intransitive verb, baby cried loudly. Then adverb means adverb is used to modify the verb. Example, I write letter carefully. അത്രേ എഴുതിയുള്ളൂ. Okay. Then അനാമിക വേറാണ്. ഓക്കെ, വായിക്കൂ. അനാമിക വായിക്കൂ. Type of adjectives, proper adjectives. Adjectives are is a word that modifying or describes a noun or pronoun. It can be used to describe the qualifying someone or something. An example: Meera is a smart girl. He is a married and African woman. Next, Verb എന്താണ്? What is verb? In your version, tell me about that. What's verb? Miss verbo. Yeah, പറയൂ. Verb means also always take to the ധ്യാനം കുഴപ്പമില്ല, നിങ്ങൾ സംസാരിക്കില്ലേ? verb, non-transitive verb and transitive verb ഉണ്ട്. മിസ്സേ, വെർബ് മാത്രം കിട്ടിയില്ല, ബാക്കി കുറച്ച് ആ വെർബ് കഴിഞ്ഞിട്ടുള്ള മനസ്സിലായില്ല. ഇപ്പൊ കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ? ക്ലാസ് ഇന്നേ കഴിഞ്ഞതാ. എപ്പോഴാ പറയുന്നത് മനസ്സിലായില്ലെന്ന്? ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ എല്ലാവരും എഴുതിയതെന്ന് വിശ്വസിക്കുന്നു. എഴുതിയോ? എല്ലാവരും എഴുതിയൊന്ന് കമന്റ് ചെയ്തേ. Yes, ma'am. എഴുതിയോ? എല്ലാവരും എഴുതിയോ? കമന്റ് ചെയ്യൂ. എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യാം. ഓക്കെ, മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാനത് ക്ലിയർ ചെയ്ത് തരില്ല, നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ എന്നോട് ഇത് സംസാരിച്ചിട്ടു ഞാനിപ്പോ അത് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്ത് തന്നു, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അടുത്ത ക്ലാസ് അല്ല എവിടെയെങ്കിലും സംസാരിക്കുമ്പോ അയാൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുമോ? തരില്ല അല്ലെ? നിങ്ങൾ സ്വയം കണ്ടെത്തണ്ടേ. ഞാൻ പറഞ്ഞത് എന്താണ് മിസ്റ്റേക്ക്, നിങ്ങൾ സ്വയം കണ്ടെത്തി അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് ഇപ്പൊ ഞാൻ സംസാരിപ്പിച്ചത് കുറച്ചെങ്കിലും പേടി കുറയും, കുറച്ചെങ്കിലും കോൺഫിഡൻസ് വരും. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുമോ? ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുക, നിങ്ങൾക്ക് അറിയാൻ കോൺഫിഡൻസ് കിട്ടുമോ? കിട്ടില്ല. എനിക്ക് കിട്ടും അല്ലേ? നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. നിങ്ങൾ സംസാരിക്കണം അല്ലേ? എഴുതാൻ പറഞ്ഞ എന്താന്നാ, എഴുതിയാല് അതിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അത് നോക്കുമ്പോ അറിയാൻ പറ്റും. സപ്പോസ് അത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല, ഞാൻ ഏതാണ് മിസ്റ്റേക്ക് പറഞ്ഞതെന്ന് ഓർമ്മ വരില്ല. അതുകൊണ്ടാണ് എഴുതാൻ പറഞ്ഞത്.
എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന നോക്കുക. ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോരെ, സിമ്പിൾ അല്ലേ? ഗൂഗിൾ ചെയ്ത് നോക്കാം, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് തിരുത്താം. എന്തെങ്കിലും ആഡ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സ്വയം വാല്യൂ ചെയ്യുക, സ്വന്തമായി പഠിക്കുക. പണ്ടൊക്കെ ടീച്ചേഴ്സ് സെന്റേർഡ് ആയിരുന്നു എഡ്യൂക്കേഷൻ. അല്ലെ, ടീച്ചർ പഠിപ്പിക്കുന്നു, പിള്ളേര് പോകുന്നു. ഇപ്പൊ അങ്ങനെയല്ല, സ്റ്റുഡൻറ് സെന്റേർഡ് ആണ്. നിങ്ങൾ തന്നെ പഠിക്കണം. ഞങ്ങൾ വെറുതെ പഠിപ്പിക്കുന്ന ആളുകൾ മാത്രം. ഓക്കെ, അപ്പൊ സംസാരിക്കാൻ പഠിക്കുക. കുറച്ചെങ്കിലും കോൺഫിഡൻസ് ഉണ്ടോ? ഒന്ന് ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞപ്പോ ആർക്കെങ്കിലും കുറച്ചെങ്കിലും കോൺഫിഡൻസ് കിട്ടിയോ? 2 പേര് പറഞ്ഞോളൂ ക്ലാസ്സിൽ. കുറച്ചു പേരല്ലേ പറഞ്ഞോളൂ? വായിച്ചത് എന്തെങ്കിലും തോന്നിയോ വായിച്ചപ്പോ, പറഞ്ഞപ്പോ? പറയൂ. കാരുണ്യ, എന്ത് തോന്നി? എന്താ പറഞ്ഞത്? എന്ത് തോന്നി ക്ലാസ്സിൽ അത് എഴുതിയത് വായിച്ചപ്പോ? കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാൻ തോന്നിയോ? കോൺഫിഡൻസ് കിട്ടിയോ? ഓക്കെ, ടൈം കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ബാക്കി. കാരുണ്യ, അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, വോയിസ് ബ്രേക്ക് ആണ്. ഇഷ്ടമായി? എല്ലാവർക്കും എങ്ങനെയാണ് ക്ലാസ്? ഇഷ്ടമായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇഷ്ടമായി മാം. ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. ഓക്കെ, ആർക്കും ബോറടിക്കൊന്നുമില്ലല്ലോ? ഇല്ല മാം, ബോറടിക്കണമെന്നില്ല. ഇല്ല. ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. നൈസ് ഡേ. Thank you, ma'am.